ഇവിടെ നമുക്ക് ഗ്രൂപ്പ് ഡിയുടെ ബാക്കി കണക്കുകൾ ചെയ്യാം. ഇഫ് ദ ആവറേജ് ഏജ് ഓഫ് ദ ക്ലാസ് ഇസ് 15 ഇൻക്ലൂഡിംഗ് ദ ഏജ് ഓഫ് ദ ടീച്ചർ. ടീച്ചറിൻ്റെ ഏജും കൂടെ ചേർത്തിട്ടുള്ള ക്ലാസിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 15 ആണ്. ദാറ്റ് ഓഫ് ദ ബോയ്സ് ഇസ് 10. ബോയ്സിൻ്റെ ആവറേജ് 10. ഇഫ് ദ ഏജ് ഓഫ് ദ ടീച്ചർ ഇസ് 13 മോർ ദാൻ ആവറേജ് ഏജ് ഓഫ് ദ ഗേൾസ്. അതായത് ഗേൾസിൻ്റെ ആവറേജിനേക്കാളും 13 കൂടുതലാണ് ടീച്ചറിൻ്റെ ഏജ് എങ്കിൽ വാട്ട് ഇസ് ആവറേജ് ഏജ് ഓഫ് ദ ഗേൾസ്? ഗേൾസിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക. ഗിവൺ ദാറ്റ് ദ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇസ് സെയിം. ബോയ്സിന് ഗേൾസിൻ്റെ എണ്ണം സെയിമാണ്. ഇത്തരം കാര്യം വന്നേക്കുന്നത്. അപ്പോൾ നോക്കി, ക്ലാസ്സിൻ്റെ ടോട്ടൽ ആവറേജ് 15. ക്ലാസ്സിൽ ബോയ്സ് ഉണ്ട്, ഗേൾസ് ഉണ്ട്, ഒരു ടീച്ചറുണ്ട്. ബോയ്സിൻ്റെ ഗേൾസിൻ്റെ എണ്ണം സെയിമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ തൽക്കാലം നമുക്ക് എക്സ് എന്ന് വിളിക്കാം. ഇനി ടീച്ചറിൻ്റെ ഏജ് എന്ന് പറയുന്നത് ഗേൾസിൻ്റെ ആവറേജിനേക്കാളും 13 കൂടുതലാണ്. ഗേൾസിൻ്റെ ആവറേജ് നമുക്കറിയാമോ? അറിയത്തില്ല. ഗേൾസിൻ്റെ ആവറേജ് നമുക്ക് ജി എന്ന് വിളിക്കാം. അതിനേക്കാളും 13 കൂടുതലാണ് ടീച്ചറിൻ്റെ ഏജ്. നോക്കി, ഈ 15 എന്ന് പറയുന്നത് ക്ലാസ്സിൻ്റെ മൊത്തം ആവറേജാണ്. ഗേൾസിൻ്റെ ബോയ്സിൻ്റെ എണ്ണത്തിൻ്റെ കൂടെ ടീച്ചറിൻ്റെ ഏജും കൂടെ ചേർത്തിട്ടുള്ള ആവറേജാണ് ഈ 15. അപ്പോൾ നമുക്കറിയാം ആവറേജ് എന്ന് പറയുന്നത് സം ബൈ നമ്പറാണ്. അപ്പോൾ ആവറേജ് ഒരു നമ്പർ ചെയ്താൽ നമുക്ക് സമ്മ് കിട്ടും. അപ്പോൾ ആവറേജ് 15. ടോട്ടൽ എണ്ണം എത്രയാണ്? ബോയ്സ് എക്സ് പേരും ഗേൾസ് എക്സ് പേരുണ്ട്. പിന്നെ ടീച്ചർ ഒരാളുണ്ട്. അപ്പോൾ 2x + 1. ഇതാണ് ആവറേജ് ഇൻറ്റു നമ്പർ. ഇതെന്ന് പറയുന്നത് ഇവരുടെ ഏജിൻ്റെ സമ്മായിരിക്കണം. നോക്കി, ബോയ്സിൻ്റെ ആവറേജ് നമുക്ക് തന്നിട്ടുണ്ട് 10 ആണ്. ബോയ്സിൻ്റെ എണ്ണം എക്സാണ്. അപ്പോൾ ബോയ്സിൻ്റെ സം എത്രയാണ്? എക്സ് ഇൻറ്റു 10. ഇനി ഗേൾസിൻ്റെ ആവറേജ് നമുക്കറിയത്തില്ല. ഗേൾസിൻ്റെ എണ്ണം അറിയാം എക്സ്. അപ്പോൾ ഗേൾസിൻ്റെ സംഭവം എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു ജി. ഇനി ലാസ്റ്റ് ടീച്ചറുണ്ട്. ടീച്ചറിൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ ജി + 13. നോക്കി, ഇവിടെ 15 × 2x + 1 ഉണ്ട്. ഇവിടെ 10x-ഉം ഇവിടെ gx-ഉം ഇവിടെ g + 13 ഉണ്ട്. ഇത് നമ്മൾ സോൾവ് ചെയ്ത് ലാസ്റ്റ് എത്തിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ, ജിയും എക്സും പിന്നെ ഒരു നമ്പറുള്ള ഒരു ലീനിയർ ഇക്വേഷനിൽ ചെന്ന് നമ്മൾ നിൽക്കും. അവിടെ നമുക്കൊന്നും സോൾവ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇത് കനോട്ട് ഡിറ്റർമൈൻഡ് ആണ്. നൺ ഓഫ് ദീസും അല്ല, കനോട്ട് ഡിറ്റർമൈൻഡ് ആണ് ഇതിൻ്റെ ആൻസർ. ഇവിടെ ഈ ആവറേജിൽ ടീച്ചറിൻ്റെ ഏജും കൂടെ ഉൾപ്പെടുത്തിയോണ്ടാണ് പ്രശ്നം പറ്റിയത്. അല്ലെങ്കിൽ ബോയ്സിൻ്റെ ഗേൾസിൻ്റെ എണ്ണം ഈക്വൽ ആണല്ലോ. നമുക്ക് അലിഗേഷൻ വെച്ച് സിമ്പിളായിട്ട് ചെയ്തെടുക്കാമായിരുന്നു. കാണിച്ചു തരാം. ഇപ്പോൾ ബോയ്സ് ഉണ്ട്, ഗേൾസ് ഉണ്ട്. ബോയ്സിൻ്റെ ആവറേജ് 10. ഗേൾസിൻ്റെ ആവറേജ് നമുക്ക് അറിയത്തില്ല. ക്ലാസ്സിൻ്റെ മൊത്തം ആവറേജ് 15. ഇനി ബോയ്സിൻ്റെ ഗേൾസിൻ്റെ എണ്ണം സെയിം ആണെന്ന് പറഞ്ഞിട്ടില്ലേ? ബോയ്സിൻ്റെ ഗേൾസിൻ്റെ എണ്ണം സെയിം ആണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന ആ നമ്പർ ഉണ്ടല്ലോ, അത് റേഷ്യോ എടുക്കുമ്പോൾ 1:1 എന്ന് കിട്ടും. 15 10 കുറച്ചാൽ 5. 1 എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ ഈ 1ഉം 5. ഇനി ഈ കിടക്കുന്ന സ്ഥാനത്ത് നിന്ന് 15 കുറച്ച് 5 കിട്ടണം. അപ്പോൾ ഇത് എത്ര വരണം? 20. അപ്പോൾ ഗേൾസിൻ്റെ ആവറേജ് കിട്ടി 20. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ഈ 15 എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സിലെ മൊത്തം ആവറേജാണ്. ബോയ്സ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഗേൾസും ടീച്ചറുണ്ട്. ഈ ഗേൾസിൻ്റെയും ടീച്ചറിൻ്റെയും കൂടെ ആവറേജ് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്കിത് കുറച്ചിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് കൂടാതെ ഈ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും നമ്പർ നമ്മുടെ കയ്യിൽ എക്സൈറ്റഡ് ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഈ സം ഓഫ് RS110 ഇസ് ഇൻ ദ ഫോം ഓഫ് RS2, RS1 ആൻഡ് 50 പൈസ കോയിൻസ്. നമ്മുടെ കയ്യിൽ കുറേ ചില്ലറയുണ്ട്. 2 രൂപ കോയിനുണ്ട്, 1 രൂപ കോയിനുണ്ട്, 50 പൈസയുടെ കോയിനുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 110 രൂപയുണ്ട്. ഈ കോയിൻസിൻ്റെ നമ്പറിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:2:3 ആണ്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി 50 പൈസ കോയിൻസ് ആർ ദെയർ? 50 പൈസ കോയിൻ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചേക്കുന്നത്. നോക്കി, നമ്മുടെ കയ്യിൽ 2 രൂപയുടെ കോയിനുണ്ട്, 1 രൂപയുടെ കോയിനുണ്ട്, 50 പൈസ കോയിനുണ്ട്. 50 പൈസ കോയിന് നമുക്ക് ½ രൂപ എന്ന് എഴുതാം. ഇനി ഇവരുടെ നമ്പറിൻ്റെ റേഷ്യോ വന്നിട്ടുണ്ട് 1:2:3. അത് നമുക്ക് 1x എന്നും 2x എന്നും 3x എന്നും വിളിക്കാം. 2 രൂപ കോയിൻ 1x എണ്ണമുണ്ട്, 1 രൂപ കോയിൻ 2x എണ്ണമുണ്ട്, 50 പൈസ കോയിൻ 3x എണ്ണമുണ്ട്. അപ്പോൾ ഈ 2 രൂപയുടെ കോയിൻ എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും? 2:1 ചെയ്യുക. ഇത് ഇവരുടെ നമ്പറും ഇത് 1 കോയിൻ്റെ വിലയാണ്. അപ്പോൾ ടോട്ടൽ എത്രയുണ്ടാവും? 2:1 1x എന്ന് കിട്ടും. 2x എന്ന് കിട്ടും. അതുപോലെ ഇവിടെ 1:2 ചെയ്യുക. അപ്പോൾ 2x എന്ന് കിട്ടും. ഇവിടെ ½ 3 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 1.5x കിട്ടും. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് 110 കിട്ടുന്നത്. 2xും 2xും കൂട്ടിയാൽ 4x. അതിൻ്റെ 1.5 കൂട്ടിക്കഴിഞ്ഞാൽ 5.5x എന്ന് കിട്ടും. 5.5x ആണ് 110. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇവിടെ നിന്ന് കിട്ടത്തില്ലേ? ഇത് ബൈ 5.5 ചെയ്താൽ മതി. ഈ പോയിൻറ്റ് പോകാനായിട്ട് മേളും താഴെ 10 വെച്ച് ഗുണിക്കുക. അപ്പോൾ ഇവിടെ ഒരു 0 വരും, ഇവിടെ 55 ആവും. 55 × 2 ആണ് 110. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി 20. ചോദിച്ചേക്കുന്നത് 50 പൈസ കോയിൻ എത്ര എണ്ണം ഉണ്ടെന്നാണ്. 50 പൈസ കോയിൻ്റെ നമ്പർ 3x ആണ്. എക്സിൻ്റെ അവിടെ 20 ഇടുക. അപ്പോൾ എത്ര കിട്ടും? 60 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ദ ആവറേജ് ഏജ് ഓഫ് എ ഫാമിലി ഓഫ് 5 മെമ്പേഴ്സ് ഇസ് 20 years. 5 പേരിലുള്ള ഒരു ഫാമിലിയുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 20 years ആണ്. ഇഫ് ദ ഏജ് ഓഫ് ദ യങ്ങസ്റ്റ് മെമ്പർ ഇസ് 10 years as of now. ഈ ഫാമിലിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളുടെ ഏജ് എന്ന് പറയുന്നത് 10.
അങ്ങനെയാണെങ്കിൽ വാട്ട് വാസ് ദ ആവറേജ് ഏജ് ഓഫ് ദ ഫാമിലി ജസ്റ്റ് എ ഡേ ബിഫോർ ദ ബർത്ത് ഓഫ് ദ യങ്ങസ്റ്റ് മെമ്പർ. അപ്പോൾ ഇയാൾ ജനിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് ഈ ഫാമിലിയുടെ ആവറേജ് ഏജ് എത്രയായിരുന്നു എന്നുള്ളത് ചോദിച്ചേക്കുക. അസ്യൂം ദാറ്റ് നോ അതർ മെമ്പേഴ്സ് ഹാവ് ബീൻ ആഡഡ് ടു ഓർ റിമൂവ്ഡ് ഫ്രം ദിസ് ഫാമിലി ഇൻ ദിസ് പീരീഡ്. അതായത് ഈ ഒരു ടൈമിൽ ഫാമിലിയിൽ നിന്ന് ഒരാൾ പോലും പോവുകയോ ഫാമിലിയിലേക്ക് പുതിയൊരാൾ വരികയോ ചെയ്തിട്ടില്ല. അപ്പോൾ നോക്കി, ഇപ്പോൾ ഇവിടെ മൊത്തം 5 പേരുണ്ട്. 5 പേരുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 20. ഇതിനകത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ ആൾക്ക് ഇപ്പോൾ 10 വയസ്സുണ്ട്. അപ്പോൾ 10 വർഷം മുമ്പ് ഈ 5 പേരുടെ ആവറേജ് എത്ര ആയിരിക്കും അറിയാമോ? 20 നിന്ന് 10 കുറയ്ക്കുക, അപ്പോൾ 10 കിട്ടും. ഇതെന്തുകൊണ്ടാണ് 10 ആയത്? ഫോർ എക്സാമ്പിൾ നോക്കുക, ഇപ്പോൾ 5 പേരുണ്ട്, ഇവരുടെ ആവറേജ് എന്ന് പറയുന്നത് 20. അപ്പോൾ ഇവരുടെ സം എന്ന് പറയുന്നത് എത്രയാണ്? 100. തൊട്ട് മുമ്പത്തെ വർഷം ഇവരുടെ സം എത്രയായിരിക്കും? ഇപ്പോൾ 5 പേരുടെ സമ്മ് 100. തൊട്ട് മുമ്പത്തെ വർഷം ഓരോരുത്തർക്കും 1 വയസ്സ് വെച്ച് കുറയും. അപ്പോൾ ഇതിൽ നിന്ന് 5×1 5 കുറയ്ക്കുക, അപ്പോൾ 95 ആയിരിക്കും തൊട്ട് മുമ്പത്തെ വർഷത്തെ ഇവരുടെ ഏജിൻ്റെ സമ്മ്. അപ്പോൾ സമ്മ് 95, ഇവരുടെ നമ്പർ 5 വെട്ടിക്കഴിഞ്ഞാൽ 1 9 19 കിട്ടും. അപ്പോൾ നോക്കി, തൊട്ട് മുമ്പത്തെ വർഷം ഇവരുടെ ആവറേജ് എന്ന് പറയുന്നത് 19. നോക്കി, 5 പേരുടെ ആവറേജ് ഇപ്പോൾ 20 ആയിരുന്നു. തൊട്ട് മുമ്പത്തെ വർഷം ഇവർ ആവറേജ് 19 ആയി. അപ്പോൾ അത് കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്ന് 1 കുറച്ചാൽ മതി. അപ്പോൾ 1 വർഷം മുമ്പത്ത് കിട്ടാൻ 1 കുറയ്ക്കുക, 10 വർഷം മുമ്പത്ത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 10 കുറച്ചാൽ മതി. അതുകൊണ്ടാണ് 5 പേരുടെ ആവറേജ് ഏജ് 10 ആയത്. ഇപ്പോൾ നോക്കി, നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് 10 വർഷം മുമ്പത്തെ ഇവരുടെ ആവറേജാണ്. 10 വർഷം മുമ്പ് ഇയാൾക്ക് എത്ര വയസ്സായിരിക്കും? ഇയാൾക്ക് 0 വയസ്സായിരിക്കും, ശരിയല്ലേ? ഇപ്പോൾ ഇയാൾക്ക് 10 വയസ്സുണ്ടായിരുന്നു. നമ്മൾ 10 വർഷം പുറകോട്ട് പോയി, അപ്പോൾ ഇയാൾക്കിപ്പോൾ 0 വയസ്സ്. അതായത് ഇയാളിപ്പോൾ ജനിച്ചിട്ടേ ഉള്ളൂ. നമ്മളിത് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ഇയാൾ ജനിക്കുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസം ഇവരുടെ ആവറേജ് എത്രയായിരുന്നു എന്നാണ്. അപ്പോൾ നോക്കി, ഇയാൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഇവരുടെ ആവറേജ് 10. അപ്പോൾ ഇവരുടെ സം എന്ന് പറയുന്നത് 10×5 50. ഇതിനകത്ത് 4 പേരുണ്ട്. 5ാമത്തെ ആൾ ഇപ്പോൾ ജനിച്ചേ ഉള്ളൂ, ഇയാളുടെ ഏജ് 0. അപ്പോൾ നോക്കി, ശരിക്കും ഈ 4 പേരുടെ സമ്മല്ല അപ്പോൾ ഈ 50. അപ്പോൾ 4 പേരുടെ ആവറേജ് എന്ന് പറയുന്നത് 50/4 ചെയ്യുക. 50ൻ്റെ പകുതി എടുത്താൽ 25, 25ൻ്റെ പകുതി എടുത്താൽ 12.5 എന്ന് കിട്ടും നമ്മുടെ ആൻസർ. മനസ്സിലായോ എങ്ങനെ കിട്ടിയെന്ന്? അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് 6 years is subtracted from the present age of Randheer and the remainder is divided by 18, then the present age of his grandson Anup is obtained. അതായത് രൺധീറിൻ്റെ ഇപ്പോഴത്തെ ഏജിൽ നിന്ന് 6 കുറയ്ക്കുക, ഇതിനെ 18 വെച്ച് ഡിവൈഡ് ചെയ്യുക. 18 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇയാളുടെ ഗ്രാൻഡ് സൺ അനൂപിൻ്റെ പെർസെൻറ്റേജ് കിട്ടും. ഇത് അനൂപിൻ്റെ പെർസെൻറ്റേജാണ്. ഇഫ് അനൂപ് ഇസ് 2 years younger than മഹേഷ് ഹൂസ് ഏജ് ഇസ് 5 years. ഓക്കെ, അനൂപ് മഹേഷിനേക്കാൾ 2 വയസ്സ് ഇളയതാണ്. മഹേഷിൻ്റെ ഏജ് 5. അപ്പോൾ അനൂപിൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ 5ൽ നിന്ന് 2 കുറയ്ക്കുക, അപ്പോൾ 3 കിട്ടും. ദെൻ വാട്ട് ഇസ് ഏജ് ഓഫ് രൺധീർ? രൺധീറിൻ്റെ ഏജ് കണ്ടുപിടിക്കുക. 18 അങ്ങോട്ട് വിടുക. 18×3 ചെയ്ത് കഴിഞ്ഞാൽ 30, 24 54. 54 6 കൂട്ടിയാൽ 60 കിട്ടും. അടുത്തത്, എ ഷോപ്പ് കീപ്പർ ഡീൽസ് ഇൻ മിൽക്ക് ആൻഡ് 45 liter മിക്സ്ചർ ഇസ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ മിൽക്ക് ആൻഡ് വാട്ടർ ഇൻ ദ റേഷ്യോ 4:1. 45 ലിറ്ററുള്ള മിക്സ്ചർ, മിൽക്കിൻ്റെയും വാട്ടറിൻ്റെ റേഷ്യോ 4:1. ഈ 4 liter മിൽക്ക് ആൻഡ് 3 liter വാട്ടർ വിൽ ബി ആഡഡ് ഇൻ ദ മിക്സ്ചർ. ഇതിനകത്തേക്ക് 4 liter മിൽക്കും 3 liter വാട്ടറും കൂടെ ആഡ് ചെയ്യും. ദെൻ വാട്ട് വിൽ ബി ദ ന്യൂ റേഷ്യോ ഓഫ് വാട്ടർ ആൻഡ് മിൽക്ക്? അതിനാണെങ്കിൽ വാട്ടർ മിൽക്ക് റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ നോക്കി, ആദ്യം 45 ലിറ്റർ സാധനമുണ്ട്, റേഷ്യോ 4:1. 4 ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ 5. 45/5 ചെയ്ത് കഴിഞ്ഞാൽ 9 കിട്ടും. അപ്പോൾ 4 എന്ന് പറയുന്നത് 4 9 36, 1 എന്ന് പറയുന്നത് 1×9 9. അപ്പോൾ 36 ലിറ്റർ മിൽക്കുണ്ട്, 9 ലിറ്റർ വാട്ടറുണ്ട്. ഇതിനകത്തേക്ക് 4 ലിറ്റർ മിൽക്കും 3 ലിറ്റർ വാട്ടറും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ ടോട്ടൽ എത്ര വരും? 36 4 40 മിൽക്കും 9 3 12 വാട്ടറും. ചോദിച്ചിരിക്കുന്നത് വാട്ടർ മിൽക്ക് റേഷ്യോയാണ്. വാട്ടർ ടു മിൽക്ക് റേഷ്യോ എത്രയാണ്? 12/40. 4 വെച്ച് കിട്ടിയാൽ 3/10 എന്ന് വരും നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത്, RS 1080 ഇൻവെസ്റ്റർ ഫോർ 3 months ഗിവൻ ഇൻട്രസ്റ്റ് ഓഫ് RS 27. 1080 രൂപ 3 മാസത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ 27 രൂപ ഇൻട്രസ്റ്റ് കിട്ടി. ദ സിമ്പിൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം വാസ്? പെർ ആനം ഒരു വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ നോക്കി, 3 മാസം കൊണ്ടാണ് 27 രൂപ കിട്ടിയത്. അപ്പോൾ 1 മാസം കൊണ്ട് എത്ര കിട്ടും? 9 രൂപ കിട്ടും. ചോദിച്ചേക്കുന്നത് ഒരു വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റാണ്. 1 മാസം കൊണ്ട് 9 രൂപ കിട്ടുമെങ്കിൽ 1 വർഷം കൊണ്ട് എത്ര കിട്ടും? 1 വർഷം എന്ന് പറഞ്ഞാൽ 12 മാസമല്ലേ? ഇത് ഇൻറ്റു 12 ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 12 9 108. അപ്പോൾ 1080 രൂപ ഇട്ട് കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് 108 രൂപ പലിശ കിട്ടണം.
അപ്പോൾ ഈ 108 എന്ന് പറയുന്നത് 1080 എത്ര ശതമാനമാണെന്ന് നോക്കിയാൽ മതി. നോക്കി 108/1080 ഇൻറ്റു 100 ചെയ്യുക. ഇതും പോവും, 108 പോവും, 10% തൊട്ട് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The least number which when divided by 6, 9, 12, 15 and 18 leaves the same remainder 2 in each cases. അതായത് 6, 9, 12, 15, 18 ഈ നമ്പറുകളെല്ലാം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരുന്ന ഏറ്റവും ചെറിയ നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുക. ഇപ്പോൾ നമ്മളെടുത്ത് ഈ നമ്പർ എല്ലാം വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതിൻ്റെ LCM എടുത്താൽ മതിയായിരുന്നു. LCM എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, അതായത് ഈ നമ്പറുകളെല്ലാം വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ. ഇവിടെ നമ്മളെടുത്ത് പറഞ്ഞേക്കുക ഈ നമ്പറെല്ലാം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വന്നത്. അപ്പോൾ LCMൻ്റെ ഇവിടെ ഒരു 2 ചേർത്താൽ പോരെ ആൻസർ കിട്ടാനായിട്ട്. LCMൽ ഇത് ഡിവൈഡ് ആയി പോയിക്കോളും, പിന്നെ 2 റിമൈൻഡർ ആയിട്ട് കിടക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവരുടെ LCM കണ്ടുപിടിക്കാം, 2 കൂട്ടുകയും ചെയ്യും. നോക്കി LCM എങ്ങനെ കണ്ടുപിടിക്കും? 6, 9, 12, 15, 18 നമുക്കിവിടെ കിട്ടാൻ പോകുന്ന ഈ നമ്പറിനെ ഇതെല്ലാം വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഈ നമ്പേഴ്സിൻ്റെ എല്ലാം ഫാക്ടർ ഇത് ചേർത്താൽ മതി. 18 നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ അത് ഏറ്റവും വലിയ നമ്പർ എടുക്കും, 18 എന്ന് പറഞ്ഞാൽ 9 × 2, അല്ലെങ്കിൽ ഇതിനെ 3 × 3 × 2 എന്ന് എഴുതാം. 6 എന്ന് പറഞ്ഞാൽ 3 × 2, 9 എന്ന് പറഞ്ഞാൽ 3 × 3, 12 എന്ന് പറഞ്ഞാൽ 3 × 4, 4 നമുക്ക് 2 × 2 എന്ന് എഴുതാം. 15 എന്ന് പറഞ്ഞാൽ 3 × 5, 18 എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയിട്ടുണ്ട് 3 × 3 × 2. ഇനി ഓരോ നമ്പർ ഇതിൽ പോകുമെന്ന് നോക്കിയാൽ മതി. പോയില്ലെങ്കിൽ ഇതിനകത്ത് ഇല്ലാത്ത ഫാക്ടർ ഇവിടെ നിന്ന് ചേർത്താൽ മതി. നോക്കി 6 എന്ന് പറയുന്നത് 3 × 2, 3ഉം 2 ഇവിടെയുണ്ട്, അപ്പോൾ 6 ഇതിൽ പൊക്കോളും. 9 എന്ന് പറഞ്ഞാൽ 3 × 3, 3ഉം 3 ഇവിടെയുണ്ട്, അപ്പോൾ 9ഉം പൊക്കോളും. 12 എന്ന് പറഞ്ഞാൽ 3 × 2 × 2, ഒരു 3 × 2 ഇവിടെയുണ്ട്, ഒരു 2ൻ്റെ കുറവുണ്ട്, അത് ഇവിടെ ഇടുക, അപ്പോൾ 12 ഇതിൽ പൊക്കോളും. 15 എന്ന് പറഞ്ഞാൽ 3 × 5, ഇവിടെ 3 × 3 × 2, പിന്നെ 2 കൂടെ നമ്മൾ ചേർത്തായിരുന്നു, അപ്പോൾ 5 ഇല്ലാത്തത് 5 ഇവിടെ ചേർക്കുക. 18 ഇവിടെ ഉണ്ട്, 18 നമ്മൾ ചെയ്തേക്കുന്നത്, അപ്പോൾ 18 × 10 180 ഇവർ LCM. അതിൻ്റെ കൂടെ 2 ചേർത്ത് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. അപ്പോൾ 182 നമ്മുടെ ആൻസർ. ഇപ്പോൾ ഇങ്ങനെ ചെയ്യാൻ നമുക്ക് ആ സമയത്ത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഓപ്ഷൻസ് ഇട്ടിട്ട് ഓരോന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. ദ സാമ്പിൾ സ്പേസ് ഓഫ് 4 കോയിൻസ് ടോസ്ഡ് ടുഗദർ ഈസ് 4 കോയിൻ ഒരുമിച്ച് ടോസ് ചെയ്യുമ്പോൾ ഉള്ള സാമ്പിൾ സ്പേസ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുക. സാമ്പിൾ സ്പേസ് കണ്ടുപിടിക്കാൻ ഉദ്ദേശിച്ചത് സാമ്പിൾ സ്പേസിൽ എത്ര ടേംസ് ഉണ്ടെന്നാണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താ സംഭവം? നമ്മളിത് പണ്ട് പ്രോബിലിറ്റി പഠിച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ എന്തൊക്കെ പോസിബിലിറ്റി ഉള്ളത്? ഒന്നുകിൽ ടെയിൽ കിട്ടും, അല്ലെങ്കിൽ ഹെഡ് കിട്ടും. മൊത്തം എത്ര പോസിബിലിറ്റിയാണ്? 2 പോസിബിലിറ്റി. ഇപ്പോൾ 2 കോയിൻ നമ്മൾ ടോസ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ 2ഉം ടെയിൽ വരും, ചിലപ്പോൾ 2ഉം ഹെഡ് വരും, ചിലപ്പോൾ ആദ്യത്തിലെ ടെയിലും രണ്ടാമത്തേലും ഹെഡും വരും, ചിലപ്പോൾ ആദ്യത്തിലെ ഹെഡും രണ്ടാമത്തേൽ ടെയിൽ വരും. മൊത്തം എത്ര പോസിബിലിറ്റി? 4. ഈ പോസിബിലിറ്റി കണ്ടുപിടിക്കാനൊരു ടെക്നിക്കുണ്ട്. ഒരു കോയിൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര പോസിബിലിറ്റിയാണ്? 2. 2 കോയിൻ എടുക്കുകയാണെങ്കിൽ 2/2 പോസിബിലിറ്റി ഉണ്ടാവും. 3 കോയിൻ എടുക്കുകയാണെങ്കിൽ 2/3 പോസിബിലിറ്റി ഉണ്ടാവും. 4 കോയിൻ എടുക്കുകയാണെങ്കിൽ 2/4 പോസിബിലിറ്റി ഉണ്ടാവും. നമ്മുടെ ചോദിച്ചേക്കുന്നത് 4 കോയിൻ എടുക്കുമ്പോൾ ഉള്ള സാമ്പിൾ സ്പേസിൽ എത്ര ടൈംസ് ഉണ്ടെന്നാണ്. അപ്പോൾ 2/4 എടുത്താൽ മതി. 2/4 എന്ന് പറഞ്ഞാൽ 2 × 2 × 2 × 2, അപ്പോൾ 4 16 കിട്ടും നമ്മുടെ ആൻസർ. 2 pipes A and B can fill a tank in X minute and 6 minute. 2 പൈപ്പുണ്ട്, എയും ബിയും. എ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ X മിനിറ്റ് കൊണ്ട് ടാങ്ക് ഫില്ല് ചെയ്യും, ബി ഒറ്റയ്ക്ക് നിന്നാൽ 6 മിനിറ്റ് കൊണ്ട് ടാങ്ക് ഫില്ല് ചെയ്യും. ഇഫ് ബോത്ത് ദ പൈപ്സ് ആർ യൂസ്ഡ് ടുഗദർ then they take 1.5 minute to fill the tank. 2 പൈപ്പും യൂസ് ചെയ്യുകയാണെങ്കിൽ 1.5 മിനിറ്റ് കൊണ്ട് ടാങ്ക് ഫില്ലാവും. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇത് ടൈം ആൻഡ് വർക്കിലെ പൈപ്സ് ആൻഡ് സിസ്റ്റേണിൽ വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇത് നമ്മൾ LCM മെത്തേഡ് വെച്ചാൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ പോയിട്ട് ഇതിൻ്റെ ബേസിക്കുകൾ പഠിച്ചിട്ട് വരിക. അപ്പോൾ ഇതിൽ നമ്മൾ ഇതൊക്കെ വീഡിയോയുടെ ലിങ്ക് ഞാൻ മേളിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇവരുടെ ടൈം നമ്മുടെ കയ്യിലുണ്ട്. ടൈം ഉണ്ടെങ്കിൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി കിട്ടാനായിട്ട് ഈ ടൈമുകളുടെ LCM എടുത്താൽ മതി. ഇവിടെ നമ്മുടെ കയ്യിൽ 6ഉം 1.5 ഉണ്ട്. 6നെ 1.5ൻ്റെ LCM എടുക്കുക. അതായത് 6ഉം 1.5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ അത് എത്രയാണെന്ന് പറയാമോ? 6 തന്നെയാണ്. അപ്പോൾ നോക്കി, ബി 6 മിനിറ്റ് കൊണ്ട് 6 യൂണിറ്റ് ഫില്ല് ചെയ്യും. അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് എത്ര ഫില്ല് ചെയ്യും? 1 യൂണിറ്റ് ഫില്ല് ചെയ്യും. A+B 1.5 മിനിറ്റ് കൊണ്ട് 6 ഫില്ല് ചെയ്യും. അപ്പോൾ 1 മിനിറ്റിൽ എത്ര ഫില്ല് ചെയ്യും? 6/1.5. 6/1.5. 1.5 എന്ന് പറഞ്ഞാൽ 3/2. ബൈ 2 മുകളിൽ പോകും. ഇത് വെട്ടിയാൽ 2 4 എന്ന് കിട്ടും. അപ്പോൾ നോക്കി, എയും ബിയും 1 മിനിറ്റ് കൊണ്ട് 4 ഫില്ല് ചെയ്യും. ബി ഒറ്റയ്ക്ക് 1 മിനിറ്റ് കൊണ്ട് 1 ഫില്ല് ചെയ്യും. അപ്പോൾ എ ഒറ്റയ്ക്ക് എത്ര ഫില്ല് ചെയ്യും? 4 1 കുറയ്ക്കുക 3. അപ്പോൾ നോക്കി, എ 1 മിനിറ്റ് കൊണ്ട് 3 ഫില്ല് ചെയ്യും.
അപ്പോൾ 6 ഫില്ല് ചെയ്യാൻ എത്ര മിനിറ്റ് വേണം? 2 മിനിറ്റ് മതി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി 2. ഓക്കെ. അടുത്തത് 551/29 ഈക്വൽ ടു 19. ദെൻ 5.51/0.0019 ഈക്വൽ ടു എത്രയാണ്? ഓക്കെ. 551/29 ചെയ്ത് കഴിഞ്ഞാൽ 19 കിട്ടും. അങ്ങനെയാണെങ്കിൽ 551/19 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 29 കിട്ടും. ചോദിച്ചേക്കുന്നത് 5.51/0.0019 ആണ്. 5.51/0.0019. താഴത്തെ ഡെസിമൽ എല്ലാം പോകാനായിട്ട് 4 0 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ 4 0 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എത്ര വരും? എക്സ്ട്രാ ഒരു 2 0 വരും. അപ്പോൾ നോക്കി, ഇപ്പോൾ ഇത് 551/19 ആയി. 551/19 ചെയ്ത് കഴിഞ്ഞാൽ 29 ആണ്. അപ്പോൾ ഇതിന് പകരം 29 ഇടുക. അപ്പോൾ 2900 എന്നിട്ട് നമ്മുടെ ആൻസർ. ഓക്കെ. അടുത്തത് വാട്ട് ഇസ് HCF ഓഫ് 16, 72 ആൻഡ് 28? 16, 72, 28. ഇതിൻ്റെ HCF കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കോ. HCF എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അതായത് ഈ 3 നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതെങ്ങനെ എടുക്കുന്നതെന്ന് അറിയാമോ? 16, 72, 28. ഈ 3 നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന വലിയ നമ്പർ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് പോവുക. ഇവിടെ 28ഉം 72ഉം 16ഉം ഉണ്ട്. എല്ലാത്തിനും നമുക്ക് 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 16 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ 4. 72/4 ചെയ്ത് കഴിഞ്ഞാൽ 1 4 4 8. 18 4 72. 28നെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? 7 എന്ന് കിട്ടും. 4 18 7. ഇനി 3ലും പോകുന്ന നമ്പർ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് 4 ഇവിടുത്തെ HCF. ഓക്കെ. അപ്പോൾ കൂട്ടുകാർ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത വീഡിയോയിൽ.